മുഹമ്മദ് മുസ്തഫ മൽഹറുൽ തമായ നബി മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്തൂഖായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി തങ്ങളുടെ പൂമുഖം ദർശിക്കാൻ ഉണർവിലും ഉറക്കത്തിലും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ദുആകളിൽ ഞങ്ങളെ പങ്കാളികളാക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നായകൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ഇഖ്വാനി അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്നെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖാലൂ സഹാബത്ത് ചോദിക്കുകയാണ് വമൻ യഖ്വാനുക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ ആരാണ് അവിടുത്തെ യഖ്വാൻ? അലൈസഹും നഹ്നു, അത് ഞങ്ങളല്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായിട്ട് തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ലോകത്തിന് മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചക പൊങ്കവന് പറയുകയാണ് ലാ ലാ നിങ്ങളല്ല സാബ, നിങ്ങളല്ല സാബ, നിങ്ങളല്ല എന്റെ യഖ്വാൻ, നിങ്ങളല്ല എന്റെ യഖ്വാൻ, അൻതും സുഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ സഹപാഠികളാണ്. പിന്നെ ആരാണ് എന്റെ യഖ്വാൻ എന്നറിയുമോ? അല്ലദീന യതമന്നാ മിൻ ബഅദി ലൗ യറാനി ബിഅഹ്ലിഹി വമാലിഹി. ഈ ദുനിയാവിൽ 60-70 വയസ്സ് വരെ ജീവിച്ചാലും എനിക്ക് ശേഷം ഒരു സമൂഹം കടന്നു വരാറുണ്ട്. ആ സമുദായത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയുമോ? അല്ലാഹുവേ പടച്ച റബ്ബേ, നീ നൽകിയിരിക്കുന്ന സമ്പാദ്യവും കുടുംബവും മുഴുവനും ഒന്നൊഴിവാക്കിയിട്ടെങ്കിലും നിന്നെയൊന്ന് കണ്ടാൽ മതി അല്ലാഹ്. അങ്ങനെ പറയുന്നതായ, അങ്ങനെ കരുതുന്നതായ പാവപ്പെട്ടവരാകുന്ന മുഅ്മിനീകളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കോടാനുകോടി സ്വലാത്ത് ചൊല്ലി ഹബീബായ നബി തങ്ങളെ ഒന്ന് കാണാൻ കൊതിക്കുന്നതായ പാവപ്പെട്ട സാലിഹീങ്ങളുണ്ട്, സാബാ സാലിഹത്തുകളുണ്ട്, സാബാ വഹും യഖ്വാനി, അവരാണ് എന്റെ സഹോദരങ്ങളെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, ആ പാവപ്പെട്ട സാലിഹീങ്ങളിൽ അത്തരത്തിൽ ചിന്തിക്കുന്നതാകുന്ന പാവങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ആ പ്രവാചകരോടൊപ്പം ഒന്ന് കഴിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്നില്ല റബ്ബേ. നാളെ സ്വർഗത്തിൽ അവിടുത്തെ ചാരത്തൊന്നണയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ 10,000-കണക്കിന് സഹോദര സഹോദരിമാർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉറക്കമടിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് 2 മണി നേരമായിട്ട് പോലും ഒന്നില കൊഴിയുന്നത് പോലെ കൊഴിയാതെ ഇരുന്ന സീറ്റിൽ അതേപോലെ 4 മണിക്കൂർ ഇരുന്നു കൊണ്ട് ഈ ദുആ ചെയ്യുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇവർക്ക് ഹബീബിനോട് പ്രേമമുള്ളവരാണ്, നബി തങ്ങളോട് ഇഷ്കുള്ളവരാണ്. സിനിമാ പാട്ടല്ല ഇവർ കേൾക്കുന്നത്, സിനിമാ ഗാനങ്ങളല്ല ഇവർ കേൾക്കുന്നത്, ഒരു സിനിമാറ്റിക് ഡാൻസ് അല്ല, ഇത് പരിശുദ്ധ ഖുർആൻ ഓതിയ മജ്ലിസാണ്. ഇത് ലോകത്തിന്റെ നായകന്റെ വചനങ്ങൾ അവതാരങ്ങൾ വാഴ്ത്തിയ മജ്ലിസാണ്. ആ പ്രവാചക പൊങ്കവരെ പുകഴ്ത്തിയ അവിടുത്തെ അവതാരങ്ങൾ വാഴ്ത്തുന്ന ഈ പാവപ്പെട്ട സാലിഹീങ്ങളെ സാലിഹാത്തുകളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ദുആകൾ ഉൾക്കൊള്ളിക്കണേ അല്ലാഹ്. അതിലൂടെ പാപങ്ങൾ പൊറുക്കുന്ന മുത്തഖീങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഒരുപാട് അമലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ, തെറ്റുകൾ മാത്രമാണ് ഞങ്ങളിലുള്ളത്. കുല്ലു ബിനി ആദമ ഖത്താഉനെന്ന് നിന്റെ ഹബീബല്ലയോ പഠിപ്പിച്ചത്. ആദം സന്തതികൾ തെറ്റുകാരാണ്. ഞങ്ങളെ വാഴ കഴിഞ്ഞാലും തെറ്റിലേക്ക് പോകാൻ ചാൻസ് ഉള്ളവരാണ്. നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നിന്റെ കാവലിന്റെ മലക്കുകളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഔലിയാക്കളുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഹബീബിന്റെ മദദ് നൽകണേ അല്ലാഹ്. ഹബീബിന്റെ പൊരുത്തത്തിനാക്കണേ അല്ലാഹ്.
അല്ലാഹ് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നൂറു കി ജൽവാ നൂറു കി ജൽകാ നൂറു കി മഹഫിൽ ജാ മദീന തുജേ സലാം